ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് കേട്ടോ. ഹെയർ കെയറിനാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇപ്പോഴും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണത്. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്കറിയാം, ഈ അലോവേര ജെൽ എന്ന് പറഞ്ഞ ഒരു മൾട്ടിപ്പിൾ യൂസസ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഹെയർ കെയറിന് യൂസ് ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു അലോവേര ജെല്ലിനുള്ള കേട്ടോ. നമുക്ക് ആദ്യം സ്കിൻ കെയറിന് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ്സ് നോക്കാം, സ്കിൻ കെയറിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് അലോവേര ജെല്ല് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സെക്കൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ടും ഈ അലോവേര ജെല്ലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്നീസും പിമ്പിൾസ് ഉണ്ടല്ലോ, മുഖക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ വരാതിരിക്കാനായിട്ടും തടയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ, അത് കുറയാനായിട്ടാണെങ്കിലും ഈ അലോവേര ജെല്ല് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇപ്പോൾ വീട്ടിലുള്ള സമയത്താണ് കേട്ടോ, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസായിട്ട് ഞാൻ മോർണിംഗിൽ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് കൂളാക്കിയിട്ട് ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ റബ്ബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, ഈ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതൊക്കെ പോകാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അലോവേര ജെല്ല് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് സെൻസേഷൻ ആണല്ലേ. അപ്പോൾ ഇത് നമ്മൾ സൺബേണിൽ നിന്നൊക്കെ നിന്ന് റിലീഫ് ആവാനായിട്ടും ഒരു സൺ പ്രൊട്ടക്ഷൻ പോലെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമ്മുടെ സ്കിൻ നല്ലൊരു റിഫ്രഷ് ആവാനായിട്ടും നല്ല സോഫ്റ്റ് ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് പ്രീമച്വർ ഏജിങ് ആണ് കേട്ടോ. അതായത് നമുക്കൊരു 13+ ഒക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും ഫേസിൽ പ്രായമായതിന്റെ ഒരു സൈനൊക്കെ തുടങ്ങും. അതായത് ഇപ്പോൾ ചുളിവുകളാണെങ്കിലും വരകളാണെങ്കിലും ചിലവർക്ക് തുടങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയാനായിട്ടും അതൊക്കെ തടയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡാർക്ക് സർക്കിൾസ്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുഖത്തെ കറുത്ത പാടുകൾ പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് അലോവേര ജെല്ലെടുത്ത് ഇതേപോലെ കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളതാണെങ്കിൽ വലിയ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കൂളാക്കിയിട്ട് ഇങ്ങനെ കണ്ണിന് മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് റിമൂവർ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അലോവേര ജെല്ല് വെച്ച് ഒത്തിരി ഫേസ് മാസ്കുകൾ ചെയ്യാം കേട്ടോ. ഞാൻ തന്നെ ഒത്തിരി മാസ്കുകൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ചാനലിൽ. അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയിട്ടുള്ളത്, കടലമാവ് ആയിട്ടുള്ളത്, തൈരായിട്ടുള്ളത്, പിന്നെ മുൾട്ടാണി മിട്ടി, ചെറുപയർ പൊടി, ഇങ്ങനെ ഏത് പാക്കിലും നമുക്ക് ഈ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാക്കയുടെ ശബ്ദമുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് പോകാനായിട്ടാണ് കേട്ടോ. ഡെലിവറിക്ക് ശേഷമുള്ള സ്ട്രെച്ച് മാർക്സ് ആണെങ്കിലും അല്ലാതെ ചിലവർക്കാണെങ്കിലും കൈയിൻ്റെ ഇവിടെ സൈഡിൽ തുടയുടെ ഇടയിലൊക്കെ സ്ട്രെച്ച് മാർക്സ് വരാറുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഷേവിങ് ജെല്ലായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ബെനിഫിറ്റ്സും യൂസസും ആണ് നമ്മുടെ സ്കിൻ കെയറിന് കേട്ടോ. ഇനി നമുക്ക് ഹെയർ കെയറിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഹെയർ കെയറിൽ മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ മാറാനായിട്ടും, ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം നോർമലി നമുക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കുറയാനായിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര ജെല്ല്. അപ്പോൾ നമുക്ക് ഹെയർ പാക്കുകളായിട്ടും പിന്നെ ഹെയർ ഓയിലായിട്ടൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് ഫ്രിസി ഹെയർ കുറയാനായിട്ടും അലോവേര ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ജെല്ല് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ മാസ്ക് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ബേബി ഹെയർ കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഇപ്പോൾ ഹെയർ വാക്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് അലോവേര ജെല്ല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഹെയർ വാക്സും യൂസ് ചെയ്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഹെയർ വാക്സിന് എനിക്കൊന്നും ഒരു 400-350 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലാഭം നമുക്ക് ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു 2 ബ്രാൻഡാണ് കേട്ടോ. ഇത് വാവിൻ്റെ അലോവേര ജെല്ലും ഇത് കയ ആയുർവേദയുടെ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതായത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹെയർ കെയറിനാണ് കേട്ടോ. ഇത് കുറച്ച് ലോ ക്വാളിറ്റി ആയതുകൊണ്ട്, ലോ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റൂല, ഞാനിത് 4.0 വാങ്ങിച്ചത്, എങ്കിലും എനിക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചൊരു ധൈര്യക്കുറവ്, അതുകൊണ്ട് ഞാനിത് ഹെയർ കെയറിന് മാത്രമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ബേബി ഹെയർക്ക് ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ടാവൂലേ, ഞാൻ എപ്പോഴും ഇതാണ്ട് യൂസ് ചെയ്യണത്. നേരത്തെ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ജെല്ലിയാണ് യൂസ് ചെയ്തിരുന്നത്. പെട്രോളിയം ജെല്ലി നല്ല അടിപൊളിയാണ് കേട്ടോ. ലാസ്ലിനില്ലേ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചേർത്തിട്ട് ഇപ്പോൾ ബേബി ഹെയർക്ക് ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന്, ശരിക്കും ഭയങ്കര വൃത്തിയേടല്ലേ ഇങ്ങനെ ബേബി ഹെയർ ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണത്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഒതുക്കി നിർത്താൻ നമുക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടോ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഐബ്രോസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അലോവേര ജെല്ല് എടുക്കുന്നിട്ട് വൈറ്റമിൻ ക്യാപ്സ്യൂളും പിന്നെ എന്തെന്നാ മറന്നുപോയില്ല, വൈറ്റമിൻ ക്യാപ്സ്യൂളും പിന്നെ കാസ്ട്രോൾ ഓയിൽ ഉണ്ടല്ലോ, വൈറ്റമിൻ ക്യാപ്സ്യൂളും കാസ്ട്രോൾ ഓയിലും പിന്നെ അലോവേര ജെല്ലും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോസ് നല്ല തിക്കായിട്ട് വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സും യൂസസും ആണ് സ്കിൻ കെയറിനാണെങ്കിലും ഹെയർ കെയറിനാണെങ്കിലും വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തിങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.